ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മെക്കാനിക്കൽ പോർഷനിലെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർക്കാണെങ്കിൽ അത് കാണാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ പാർട്ട് 2 ആണ് ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെയൊക്കെ പഠിച്ചു. കഴിഞ്ഞ ആ ഒരു സെക്ഷനിൽ നമ്മൾ സ്ക്രൂ ത്രെഡിൻ്റെ കാര്യങ്ങൾ പഠിച്ചു. അതിൽ ആ ഒരു എക്സ്റ്റേണൽ ത്രെഡും ഇൻറ്റേർണൽ ത്രെഡിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ ഒരു എക്സ്റ്റേണൽ ത്രെഡും ഇൻറ്റേർണൽ ത്രെഡും ബേസ്ഡ് ഓൺ ലൊക്കേഷൻ ഓഫ് ത്രെഡിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഏതിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ്? ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ഓക്കെ, ലൊക്കേഷൻ ഓഫ് ത്രെഡ്. ഓക്കെ, ലൊക്കേഷൻ ഓഫ് ത്രെഡിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഈ ഒരു എക്സ്റ്റേണൽ ത്രെഡും അതുപോലെ തന്നെ ആ ഒരു ഇൻറ്റേർണൽ ത്രെഡും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ലെങ്ത് ഓഫ് എൻഗേജ്മെൻ്റ് എന്ന പോയിന്റ് പഠിച്ചു. ദെൻ സ്ക്രൂ ത്രെഡിൻ്റെ പർപ്പസ് പഠിച്ചു. ദെൻ ടൈംസ് നോക്കി നമ്മൾ ആ ഒരു ഫിഗറൊക്കെ വെച്ചിട്ട് ടൈംസ് നോക്കി പിച്ച്, ലീഡ്, പിച്ച് ഡയമീറ്ററൊക്കെ പഠിച്ചു. അതുപോലെ മേജർ ഡയമീറ്റർ പഠിച്ചു, മൈനർ ഡയമീറ്റർ നോക്കി. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ത്രെഡ് ആംഗിൾ നോക്കി. ദെൻ അതുപോലെ റൈറ്റ് ഹാൻഡ് ത്രെഡും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും നമ്മൾ പഠിച്ചു. ഓക്കെ, റൈറ്റ് ഹാൻഡ് ത്രെഡും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും നമ്മൾ പറഞ്ഞു. അത് ബേസ്ഡ് ഓൺ ഡയറക്ഷൻ ഓഫ് ഹെലിക്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഓക്കെ, ഹെലിക്സ് ബേസ്ഡ് ഓൺ ഡയറക്ഷൻ. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ഹെലിക്സിൻ്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ആ ഒരു റൈറ്റ് ഹാൻഡ് ത്രെഡും ലെഫ്റ്റ് ഹാൻഡ് ത്രെഡും. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് അതുപോലെ മൾട്ടിപ്പിൾ സ്റ്റാർട്ട് ത്രെഡ് പറഞ്ഞു. അത് നമ്പർ ഓഫ് സ്റ്റാർട്ടിൻ്റെ ബേസിൽ വരുന്നതാണ്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റാർട്ടിൻ്റെ ബേസിൽ വരുന്നതാണ് അത് രണ്ട്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റാർട്ടിൻ്റെ ബേസിൽ വരുന്നതാണ് സിംഗിൾ സ്റ്റാർട്ട് ത്രെഡും അതുപോലെ തന്നെ മൾട്ടി സ്റ്റാർട്ടഡ് ത്രെഡും. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കിയ കാര്യങ്ങളാണ്. ദെൻ അടുത്ത് നമുക്ക് ഈ ഒരു പാർട്ട് 2-ൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ടേമാണ് ക്ലിയറൻസ്. ഓക്കെ, ക്ലിയറൻസ് എന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ ആ ഒരു ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും ഉണ്ട്. ഓക്കെ, ആ ഒരു ഇൻറ്റേർണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും മാറ്റിങ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ അതിന് ബിറ്റ്വീനായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയറൻസ് എന്ന് പറയുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ഒരു ക്ലിയറൻസ് കൊടുക്കുന്നത് ഈസി ടു റൊട്ടേഷൻ. ഓക്കെ, ഈസി ടു റൊട്ടേഷന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്ലിയറൻസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ സ്പേസ് ബിറ്റ്വീൻ മാറ്റിംഗ് ഓഫ് എക്സ്റ്റേണൽ ത്രെഡ് ആൻഡ് ഇൻറ്റേർണൽ ത്രെഡ് ടു ഫെസിലിറ്റേറ്റ് ഈസി റൊട്ടേഷൻ. ഓക്കെ, ഈസി റൊട്ടേഷന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്പേസിന് ബിറ്റ്വീനായിട്ട് കൊടുക്കുന്ന ആ ഒരു സ്പേസിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയറൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ടേമാണ് ലീഡ് ആംഗിൾ. ലീഡ് ആംഗിൾ അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിൾ എന്ന് പറയാം. ഓക്കെ, ലീഡ് ആംഗിൾ അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിൾ എന്ന് പറയാം. അത് ആ ഒരു ലീഡ് ഡിസ്റ്റൻസിന് ബേസ് ചെയ്തിട്ടുള്ള ആംഗിളിനെയാണ് നമ്മൾ ലീഡ് ആംഗിൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ത്രെഡ് ബേസ്ഡ് ഓൺ ദ ലീഡ് ഡിസ്റ്റൻസ്. ഓക്കെ, ആ ഒരു ലീഡ് ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ആംഗിളിനെയാണ് എന്തോന്ന് പറയുന്നത്? ലീഡ് ആംഗിൾ അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഇക്വേഷൻ നമുക്ക് നോക്കാനുണ്ട്. അതായത് ടാൻ ആൽഫ. ഓക്കെ, ടാൻ ആൽഫ ഈക്വൽ ടു എങ്ങനെ എഴുതാം? L/πd എന്ന് എഴുതാം. ഓക്കെ, L/πd എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ടാൻ ആൽഫ ഈക്വൽ ടു L/πd എന്ന് എഴുതാം. ഈ ലീഡ് ആംഗിൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ത്രെഡ് എത്രത്തോളം ചരിഞ്ഞിരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്ത് പറയുന്നതിനെയാണ് ലീഡ് ആംഗിൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ആ ഒരു സ്ക്രൂ ത്രെഡ് നമുക്കിപ്പോൾ നട്ടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില നട്ടുകളിൽ ആ ഒരു ത്രെഡ് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ത്രെഡ് ഫോം ചെയ്യുന്നത് എത്രത്തോളം ചരിഞ്ഞിട്ടാണ് എന്ന് പറയുന്നത് ആ ഒരു ആംഗിളിനെയാണ് നമ്മൾ ലീഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇക്വേഷനിലോട്ട് വരാം. ടാൻ ആൽഫ ഈക്വൽ ടു L/πd ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ L എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡാണ്. L എന്ന് പറഞ്ഞാൽ ലീഡാണ്. ആ ലീഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? N/P എന്ന് എഴുതാം. ഓക്കെ, N/P എന്ന് എഴുതാം. സോ നമുക്ക് ഈ ഒരു ടാൻ ആൽഫയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ടാൻ ആൽഫ ഈക്വൽ ടു എങ്ങനെ എഴുതാം? NP. ഓക്കെ, NP/πd എന്ന് എഴുതാം. ഓക്കെ, NP/πd എന്ന് എഴുതാം. ഇവിടെ ആൽഫ എന്ന് പറയുന്നതാണ് എന്തോന്ന്? ലീഡ് ആംഗിൾ. ഓക്കെ, ആൽഫ എന്ന് പറയുന്നതാണ് ലീഡ് ആംഗിളായിട്ട് പറയുന്നത്. ദെൻ L എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ലീഡിനെയാണ് L എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ N എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ത്രെഡ്. ഓക്കെ, നമ്പർ ഓഫ് ത്രെഡിനെയാണ്
നമ്മൾ എൻ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം പിച്ചാണ്. പി എന്ന് പറഞ്ഞാൽ പിച്ചാണ്. അതുപോലെ ഡി എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് ത്രെഡ് ആണ്. എഫക്റ്റീവ് ഡയ ഓഫ് ത്രെഡിനെയാണ് നമ്മൾ എന്താണ് പറയുന്നത്? ഡി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡി എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡയ ഓഫ് ത്രെഡിനെയാണ് നമ്മൾ ഡി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ആ ഒരു ഇക്വേഷൻ എന്താണ്? ടാൻ ആൽഫ. ടാൻ ആൽഫ ഈക്വൽ ടു L/πd ആണ് ഇക്വേഷൻ വരുന്നത്. അവിടെ എല്ലിന് നമുക്ക് എങ്ങനെ എഴുതാം? N × P എന്ന് എഴുതാം. എൽ എന്ന് പറഞ്ഞാൽ ലീഡാണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലീഡിനെയാണ് നമ്മൾ എൽ എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് N × P എന്ന് എഴുതാം. അവിടെ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ത്രെഡ് ആണ്, P എന്ന് പറഞ്ഞാൽ പിച്ചാണ്. സോ ടാൻ ആൽഫയുടെ ഇക്വേഷൻ നമുക്ക് ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുവന്നാൽ NP ഡിവൈഡഡ് ബൈ NP ഡിവൈഡഡ് ബൈ πd എന്ന് നമുക്ക് ആ ഒരു ഇക്വേഷൻ കിട്ടും. അത് ഓർമ്മിക്കുക. ദെൻ അടുത്തൊരു പോർഷനോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നതാണ് ബി ത്രെഡ്. ബി ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോംസ് ഓഫ് സ്ക്രൂ ത്രെഡിൻ്റെ ബേസിൽ വരുന്ന ക്ലാസിഫിക്കേഷനിലാണ് ഈ ഒരു ബി ത്രെഡ് വരുന്നത്. ബി ത്രെഡ് എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഫോമിൽ വരുന്നതാണ്? ഫോംസ് ഓഫ് സ്ക്രൂ ത്രെഡ്. ഫോംസ് ഓഫ് സ്ക്രൂ ത്രെഡിൻ്റെ ബേസിൽ വരുന്നതിനെയാണ് നമ്മൾ ബി ത്രെഡ്, അതുപോലെ സ്ക്വയർ ത്രെഡ്, അതുപോലെ എന്താണ് ട്രപ്പിസോയിഡൽ ത്രെഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആദ്യം നോക്കേണ്ടതാണ് ബി ത്രെഡ്. ബി ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മളത് മോസ്റ്റ് കോമൺ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതെന്ന് ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ബി ത്രെഡ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം, ആ ഒരു പേരിലുള്ളത് പോലെ തന്നെ വി ഷേപ്പ് ആയിരിക്കും. ദെൻ അത് യൂസ്ഡ് ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ലൈക്ക് ബോൾട്ട്, നട്ട് ആൻഡ് സ്പിൻഡിൽസ് ഫോർ മൈക്രോമീറ്റർ. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഒരു വി ത്രെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ അടുത്ത ആ ഒരു വി ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. 60 ഡിഗ്രിയാണ് ആ ഒരു വി ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ വി ത്രെഡിൻ്റെ പോയിന്റ്സ് ഒന്നുകൂടെ പറയുന്നത്, നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതെന്ന് ചോദിച്ചാൽ വി ത്രെഡാണ്. അത് വി ഷേപ്പാണ്. അത് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനിൽ ബോൾട്ട്, നട്ട്, അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഒരു വി ത്രെഡ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? ഇൻക്ലൂഡഡ് ആംഗിൾ 60 ഡിഗ്രിയാണ്. ദെൻ ആ ഒരു അതിൻ്റെ ഒരു ടൈപ്സ് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വേർത്ത് ത്രെഡ് BSW എന്ന് പറയാം. അതുപോലെ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് BSF എന്ന് പറയാം. ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് മെട്രിക് ത്രെഡ് എന്ന്. ഇത്രയാണ് ആ ഒരു ടൈപ്സിൽ വരുന്നത്. അവിടെ BSW ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വേർത്ത് ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 55 ഡിഗ്രിയാണ്. അതുപോലെ തന്നെയാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് എത്രയാണ്? 55 ഡിഗ്രിയാണ്. ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 47.5 ഡിഗ്രിയാണ് വരുന്നത്. 47.5 ഡിഗ്രിയാണ് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത്. മെട്രിക് ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 60 ഡിഗ്രിയാണ്. മെട്രിക് ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 60 ഡിഗ്രിയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കുക. അപ്പോൾ വി ത്രെഡ് എന്നാണെന്ന് പറഞ്ഞു, അതിൻ്റെ ആ ഒരു ടൈപ്സ് നമ്മൾ നോക്കി. ദെൻ നമുക്ക് നെക്സ്റ്റ് പറയേണ്ടതാണ് സ്ക്വയർ ത്രെഡ്. സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിൽ വരുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത് അവിടെ ആ ഒരു സ്ക്വയർ ത്രെഡിൻ്റെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ത്രെഡിൻ്റെ ആക്സിസിന് ഈ ഒരു ത്രെഡിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഈ ഒരു ഫ്ലാങ്ക്. ഈ ഒരു ഇതാണ് ഫ്ലാങ്ക് അല്ലേ? ഈ ഫ്ലാങ്ക് എങ്ങനെയാണ്? ഈ ഒരു ആക്സിസിന് എങ്ങനെയാണ്? ആക്സിസിന് പെർപെൻഡിക്കുലർ ആണല്ലേ? ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ് ഈ ഒരു ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഈ പോകുന്നതാണ് ആക്സിസ്, ഇതാണ് നമ്മുടെ ഫ്ലാങ്ക്. ഈ ഫ്ലാങ്ക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. ഇനി ഈ ഒരു സ്ക്വയർ ത്രെഡിൽ ഫ്ലാങ്കുകൾ തമ്മിലുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ് വരുന്നത്? 0 ഡിഗ്രിയാണ് വരുന്നത്. അതെന്താണ്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഫ്ലാങ്ക് എങ്ങനെയാണ്? പാരലൽ ആയിട്ടാണ് പോകുന്നത് അല്ലേ? ഫ്ലാങ്ക് പാരലൽ ആയിട്ടാണ് പോകുന്നത്. സോ അവിടുത്തെ ഇൻക്ലൂഡ് ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഫ്ലാങ്കിൻ്റെ ഇൻക്ലൂഡ് ആംഗിൾ എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡിൻ്റെ കൺസിഡറിൽ 0 ഡിഗ്രിയാണ്. ഇനി ഈ ഒരു ആക്സിസിനെ വിത്ത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണെങ്കിൽ, ആക്സിസിനെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഫ്ലാങ്കിനെ പറയുകയാണെങ്കിൽ അത് ഈ ഫ്ലാങ്ക് ആ ഒരു ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്നത് എത്രയിലാണ്? 90 ഡിഗ്രിയിലാണ്. പെർപെൻഡിക്കുലർ ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു സ്ക്വയർ ത്രെഡിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
നമുക്കിത് ബോത്ത് ഡയറക്ഷനിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു സെക്കൻഡ് പോയിന്റ് പറയുന്നത്, യൂസ്ഡ് ഫോർ ട്രാൻസ്മിറ്റിംഗ് മോഷൻ ഓർ പവർ ഇൻ എയ്തർ ഡയറക്ഷൻ. ബോത്ത് ഡയറക്ഷനിൽ നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്കത് ഈ ഒരു സ്ക്വയർ ത്രെഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റൊരു പോയിൻ്റാണ് മാക്സിമം എഫിഷ്യൻസി. ഈ ഒരു സ്ക്വയർ ത്രെഡിന് മാക്സിമം എഫിഷ്യൻസി ഉണ്ട്, അതുപോലെ മിനിമം റേഡിയൽ പ്രഷറുണ്ട്. ദെൻ ഇത് യൂസ് ചെയ്യുന്നത് യൂസ്ഡ് ഇൻ ഫീഡ് മെക്കാനിസം ഇൻ മെഷീൻ ടൂള്, ഫ്ലൈ പ്രസ്സസ്, സ്ക്രൂ ജാക്ക്, വൈസ് ഹാൻഡിൽ, ക്രോസ് സ്ലൈഡ് ആൻഡ് കോമ്പൗണ്ട് സ്ലൈഡ്. ഇവിടെയൊക്കെയാണ് ഈ ഒരു സ്ക്വയർ ത്രെഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫീഡ് മെക്കാനിസം എന്ന് പറയുന്ന ആ ഒരു ലെയ്ത്തിലൊക്കെ വരുന്ന കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ക്വയർ ത്രെഡ് ഒന്നുകൂടെ പറയാം. സ്ക്വയർ ത്രെഡ് ഇൻ ദിസ് ത്രെഡ് ദ ഫ്ലാങ്ക് ആർ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് ദ ത്രെഡ്. ആ ഒരു ആക്സിസിന് ഫ്ലാങ്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി അല്ലാതെ സ്ക്വയർ ത്രെഡിൻ്റെ ഫ്ലാങ്കുകൾ തമ്മിലുള്ള ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ 0 ഡിഗ്രിയാണ്. നമ്മൾ ആ ഒരു ആക്സിസോട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലാങ്ക് ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യുന്നത് എത്രയിലാണ്? 90 ഡിഗ്രിയിലാണ്. ഓക്കെ, ഇത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോത്ത് ഡയറക്ഷൻ, ഏതൊരു ഡയറക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മാക്സിമം എഫിഷ്യൻസി ഉണ്ട്, മിനിമം റേഡിയൽ പ്രഷറും ഈ ഒരു സ്ക്വയർ ത്രെഡിനുണ്ട്. ദെൻ അതിൻ്റെ യൂസ് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ട്രപ്പിസോയിഡൽ ത്രെഡ്. ഓക്കെ, ഈ ഒരു ട്രപ്പിസോയിഡൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പ് നിങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുക. ആ ഒരു ട്രപ്പിസോയിഡൽ ത്രെഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ത്രെഡ് നെയ്തർ സ്ക്വയർ ത്രെഡ് നോ വി ത്രെഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ക്വയർ ത്രെഡ് നെയ്തർ സ്ക്വയർ നോ വി ത്രെഡ് എന്നാണ് പറയുന്നത്. ആ ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പിലായിരിക്കും അത്. ആ ഒരു പ്രൊഫൈൽ, ആ ഒരു ഇതിനെയാണ് നമ്മൾ ട്രപ്പിസോയിഡൽ ത്രെഡ് എന്ന് പറയുന്നത്. അവിടെയും നമുക്ക് ദേ ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ആൻഡ് പവർ. മോഷനും പവറും നമുക്കതിൽ ട്രാൻസ്മിറ്റ് അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ സ്ക്വയർ ത്രെഡും ട്രപ്പിസോയിഡൽ ത്രെഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്ക്വയർ ത്രെഡ് നമുക്ക് ബോത്ത് ഡയറക്ഷൻ, ഏതൊരു ഡയറക്ഷനിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ട്രപ്പിസോയിഡൽ ത്രെഡിൽ ആ പോയിന്റ് പറയുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ദെൻ ആ ഒരു ട്രപ്പിസോയിഡൽ ത്രെഡിൻ്റെ ടൈപ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ACME ത്രെഡുണ്ട്, അതുപോലെ മെട്രിക് ACME ത്രെഡുണ്ട്, ബട്രസ് ത്രെഡുണ്ട്, മോഡിഫൈഡ് ബട്രസ് ത്രെഡുണ്ട്, അതുപോലെ SAW ഉണ്ട്, വാം ത്രെഡുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു ടൈപ്സ്, ട്രപ്പിസോയിഡൽ ത്രെഡിൻ്റെ ടൈപ്സിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത് വരുന്നൊരു ടൈമാണ് മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ്. മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ത്രെഡിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഹാഫ് പിച്ച് ഓഫ് ത്രെഡ് ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഡെപ്ത് ഓഫ് ത്രെഡ് ഈസ് ലെസ് ദാൻ ഹാഫ് പിച്ച് ഓഫ് ദ ത്രെഡ്. ഓക്കെ, ലെസ് ദാൻ ഹാഫ് പിച്ച് ഓഫ് ദ ത്രെഡിനെയാണ് ത്രെഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു മോഡിഫൈഡ് സ്ക്വയർ ത്രെഡിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. ഇതിൽ ക്രസ്റ്റിൻ്റെ ഭാഗത്ത് ഈ രണ്ട് സൈഡും ഇതുപോലെ ചാംഫർ ചെയ്ത് വെച്ചിരിക്കും. അത് വരച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും വരുന്നത്. ഓക്കെ, ഈ ഒരു ഷേപ്പിലായിരിക്കും അത് വരുന്നത്. ഈ സൈഡും ഒരു 45 ഡിഗ്രിയിൽ ചാംഫർ ചെയ്ത് വെച്ചിരിക്കും. അത് ഈ ഒരു മോഡിഫൈഡ് സ്ക്വയർ ത്രെഡിൻ്റെ ഒരു പ്രത്യേകത, ഒരു പോയിൻ്റാണ്, ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഓക്കെ, അങ്ങനെ എന്തിനാണ് നമ്മൾ ചാംഫർ ചെയ്ത് വെക്കുന്നത്? അവിടെ പറയുന്നുണ്ട് അവോയ്ഡ് ഫോർമേഷൻ ഓഫ് ബേർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആ ഒരു ത്രെഡൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഒരു സൗണ്ട് അവിടെ ഫോം ചെയ്യാറുണ്ടല്ലേ. ആ ഒരു സൗണ്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സൗണ്ടിന് ആ ഒരു ബേർസ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ഒരു സൗണ്ടിനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 45 ഡിഗ്രിയിൽ ചാംഫർ ചെയ്ത് വയ്ക്കുന്നത്. ഓക്കെ, അത് ആ ഒരു മോഡിഫൈഡ് സ്ക്വയർ ത്രെഡിൻ്റെ ഒരു പോയിൻ്റാണ്. ദെൻ ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ് ക്വിക്ക് മോഷൻ റിക്വയർഡ് ആയിട്ടുള്ള സന്ദർഭങ്ങളിലാണ് ഈ ഒരു മോഡിഫൈഡ് സ്ക്വയർ ത്രെഡ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് എന്തോന്നൊക്കെ പറഞ്ഞു, നമ്മൾ ആ ഒരു ക്ലിയറൻസ് എന്താണെന്ന് പറഞ്ഞു. ദെൻ അതിൻ്റെ ആ ഒരു ലീഡ് ആംഗിൾ നമ്മൾ പറഞ്ഞത്, ലീഡ് ആംഗിൾ പറഞ്ഞു. അതിൻ്റെ ഒരു ഇക്വേഷൻ പറയൂ. tan α = L/πd ആണ്. L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം NP ആണ്. സോ ആ ഇക്വേഷൻ നമുക്ക് tan α = NP/πd എന്ന് എഴുതാം. ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കി. അതുപോലെ ബി ത്രെഡ് പറഞ്ഞു, അതിൻ്റെ ടൈപ്സ് പറഞ്ഞു. ദെൻ സ്ക്വയർ ത്രെഡ് പറഞ്ഞു. ഇവിടെ ഞാനൊരു ഫിഗർ കാണിച്ചിരിക്കുന്നത് മെട്രിക് ത്രെഡിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മെട്രിക് ത്രെഡിൻ്റെ ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു മെട്രിക് ത്രെഡിൽ ഈ ഒരു ക്രസ്റ്റ് പോർഷനും അതുപോലെ തന്നെ ഈ ബോട്ടം പോർഷനും ഫ്ലാറ്റായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഷേപ്പ് ഇതുപോലെ ഫ്ലാറ്റായിട്ടായിരിക്കും പോകുന്നത്. അത് ക്രസ്റ്റ് പോർഷനും ആ ഒരു ബോട്ടം പോർഷനും ആ ഒരു ഫ്ലാറ്റായിട്ടായിരിക്കും പോകുന്നത്. അതാണ് മെട്രിക് ത്രെഡിൽ വരുന്നത്. ഓക്കെ,
ദെൻ അടുത്ത് നമ്മൾ സ്ക്വയർ ത്രെഡ് പറഞ്ഞു, ട്രപ്പീസോയിഡൽ ത്രെഡ് പറഞ്ഞു, ദെൻ മോഡിഫൈഡ് സ്ക്വയർ ത്രെഡും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ചെറിയൊരു ക്ലാസ്സിലുള്ളതും. ഇനിയും ഈ ഒരു മെക്കാനിക്കൽ ക്ലാസ്സിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ ഹൈപ്പ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.